ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 29 വ്യാഴാഴ്ചയാണ്. ഇന്നലെ യുഎസിലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. പക്ഷേ ഫെബ്രുവരി മാസം യുഎസിലെ 3 ഇൻഡെക്സുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ റിലയൻസും വാൾട്ട് ഡിസ്നിയും ഒരു ജോയിന്റ് വെഞ്ചറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റിലയൻസ് തന്നെയാണ് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ഇന്ന് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷേ അത് നിലനിർത്താൻ കഴിയുമോ എന്നതാണ് ഒരു ആശങ്ക. പ്രധാനപ്പെട്ട ധാരാളം വാർത്തകൾ നോക്കാനുണ്ട്. അതിന് മുന്നേ ആയി ആരെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യം ടെലികോം സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ടെലികോം കമ്പനികൾ തങ്ങളുടെ വിതരണക്കാർക്ക് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പ്രീപെയ്ഡ് സിം കാർഡുകൾ വിൽക്കുന്നതിന് നികുതി കിഴിവ് കുറയ്ക്കേണ്ടതില്ലെന്ന് ഫെബ്രുവരി 28 സുപ്രീം കോടതി വിധിച്ചു. ടെലികോം കമ്പനികൾ പറയുന്നതനുസരിച്ച് വാഗ്ദാനം ചെയ്യുന്ന കുറഞ്ഞ വില ഒരു കിഴിവായി കണക്കാക്കാം. അത് കമ്മീഷൻ അല്ല. അതിന്റെ ഫലമായി ടെലികോം കമ്പനികൾക്ക് TDS കുറയ്ക്കാൻ അർഹതയില്ല. എന്നാൽ ഇവ കമ്മീഷനുകളാണെന്നും അതിന്റെ TDS നൽകണമെന്നുമായിരുന്നു ആദായ നികുതി വകുപ്പ് വാദിച്ചത്. എന്തായാലും ഡിസ്കൗണ്ട് വിലയിൽ വിതരണക്കാർക്ക് വിൽക്കുന്ന പ്രീപെയ്ഡ് സിം കാർഡുകളിൽ നിന്ന് സ്രോതസ്സിൽ നികുതി കുറയ്ക്കാൻ ടെലികോം കമ്പനികൾക്ക് ബാധ്യതയില്ലെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചു. ഈ വിധി കീഴ്ക്കോടതികളുടെ പരസ്പര വിരുദ്ധമായ വിധികൾ പരിഹരിക്കുകയും ചെയ്തു. എന്തായാലും ടെലികോം സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. മറ്റൊരു വാർത്തയുള്ളത് ഹിൻബർഗ് റിപ്പോർട്ടിന് ശേഷം ഇതാദ്യമായി അദാനി ഗ്രൂപ്പ് വിദേശ വിപണികളിൽ ബോണ്ടുകൾ ഇറക്കുകയാണ്. അദാനി ഗ്രീൻ എനർജി എന്ന ഇന്ത്യൻ റിന്യൂവബിൾ എനർജി കമ്പനി 18 വർഷത്തെ കാലാവധിയുള്ള $US മൂല്യമുള്ള ബോണ്ടുകൾ വഴി $409 മില്യൺ, അതായത് 33,924 കോടി രൂപ സമാഹരിക്കാൻ പദ്ധതിയിടുന്നു. ഈ വരുമാനം നിലവിലുള്ള കടം റീഫിനാൻസ് ചെയ്യാൻ ഉപയോഗിക്കും. ഒരു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അദാനി ഗ്രൂപ്പ് വിദേശ വിപണിയിൽ ബോണ്ടുകൾ ഇറക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് റിലയൻസും വാൾട്ട് ഡിസ്നിയും തമ്മിലുള്ള ഒരു കരാറുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഏറ്റവും അധികം ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണിത്. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസും വാൾട്ട് ഡിസ്നിയും ബുധനാഴ്ച വിയോകോം 18, സ്റ്റാർ ഇന്ത്യ എന്നിവയുടെ ബിസിനസ്സുകൾ സംയോജിപ്പിച്ച് ഒരു സംയുക്ത സംരംഭം രൂപീകരിക്കാനുള്ള കൃത്യമായ കരാറുകളിൽ ഒപ്പുവെച്ചതായി പ്രഖ്യാപിച്ചു. റിലയൻസ് അതിന്റെ വളർച്ചയ്ക്കായി സംയുക്ത സംരംഭത്തിൽ 11,500 കോടി രൂപ നിക്ഷേപിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇടപാടിന്റെ ഭാഗമായി വിയോകോം 18 മീഡിയ സ്ഥാപനം കോടതി അംഗീകരിച്ച ക്രമീകരണം വഴി സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ലയിപ്പിക്കും. ഇനി ഈ ജോയിന്റ് വെഞ്ചർ 70,352 കോടി രൂപയാണ് വിലമതിക്കുന്നത്. അതായത് $8.5 ബില്യൺ ആണ്. കൂടാതെ ഈ ജോയിന്റ് വെഞ്ചർ ഉണ്ടായിരിക്കുക 16.34% റിലയൻസിന്റെ കയ്യിലും 46.82% വിയോകോം 18ന്റെയും 36.84% ഡിസ്നിയുടെയും ഉടമസ്ഥതയിലായിരിക്കും. നിത അംബാനിയാണ് ഈ ജോയിന്റ് വെഞ്ചറിന്റെ ചെയർപേഴ്സൺ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഈ വാർത്തകൾ മണി കൺട്രോൾ, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കരുത്. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,951 1.11% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ 21 DMA ഉള്ള റേഞ്ചിന് മുകളിലായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യത്തെ പോസിറ്റീവായി പറയുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള ഒരു റേഞ്ച് 21,900 മുതൽ 22,300 വരെയുള്ള റേഞ്ചാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നത് ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാം. മറ്റൊരു കാര്യമുള്ളത് ഡെയിലി ചാർട്ടിലെ റൈസിംഗ് ചാനലിന് ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത്. ഈ 2 കാരണങ്ങൾ കൊണ്ടും നിഫ്റ്റിയുടെ പോസിറ്റിവിറ്റി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി 21,875 മുതൽ 21,900 ലെവലിന് താഴെയായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ബിയറിഷ്നെസ് വർദ്ധിച്ചു എന്ന് കണക്കാക്കാം. ഈ ലെവലിൽ നിന്ന് താഴേക്ക് പോയാൽ 21,700 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 22,100 മുതൽ 22,200 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. അടുത്തത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു നെഗറ്റിവിറ്റി കൂടി നോക്കാം. RSI ഓസിലേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. മാത്രമല്ല ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററും ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ കാണിക്കുന്നു. നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബീറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഇന്നലെ നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 22,200 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000 അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,800 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 21,950 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 16% ഇടിവാണ് കാണുന്നത്. അതായത് ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ നടക്കുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 1000% വർധനവാണ് കോൾ സൈഡിലുള്ളത്. അതായത് നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 21,900 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 11% ഇടിവ് കാണാം. ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 315% വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 22,000 സ്ട്രൈക്കിൽ 173% വർധനവ് കോൾ സൈഡിലുണ്ട്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 38% ഇടിവാണ് കാണുന്നത്. അതായത് ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,963 624 പോയിന്റ്സ് ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 21 ഡേ EMAയും 50 ഡേ EMAയും ബ്രേക്ക് ചെയ്തു. ഇത് ഒരു വീക്ക്നെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡൗൺ സൈഡിൽ 45,700 മുതൽ 45,675 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 44,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 44,500 സ്ട്രൈക്കിലും അതിനുശേഷം 45,000 സ്ട്രൈക്കിലും. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000 ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ 16.33 എന്ന നിലയിൽ 3.83% ഉയർന്നായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യം ഇന്നലെ വന്ന Q3 റിസൾട്ടിലേക്കാണ്. KSB ലിമിറ്റഡ് പമ്പുകളും വാൽവുകളും നിർമ്മിക്കുന്ന കമ്പനി 2023 ഡിസംബർ അവസാനിച്ച പാദത്തിൽ ഏകീകൃത അറ്റാദായം 54.9 കോടി രൂപയായി രേഖപ്പെടുത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 1.8% ഇടിവാണ് ലാഭത്തിലുണ്ടായിരിക്കുന്നത്. ദുർബലമായ പ്രവർത്തന മാർജിനാണ് ഈ ഇടിവിന് കാരണം. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വർഷത്തിൽ 15% വർദ്ധിച്ച് 602.6 കോടി രൂപയുമായി. മറ്റൊരു വാർത്ത UPLും ശ്രീരാം ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് 28 മുതൽ നിഫ്റ്റി 50 സൂചികയിൽ UPLന് പകരം ശ്രീരാം ഫിനാൻസ് എത്താൻ പോകുന്നു. മറ്റൊരു വാർത്ത ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു IPOനെ കുറിച്ചുള്ളതാണ്. GPT ഹെൽത്ത് കെയർ സേവനദാതാവ് ഫെബ്രുവരി 29 വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും എന്നൊരു വാർത്ത. മറ്റൊരു വാർത്തയുള്ളത് കോൾ ഇന്ത്യയെ സംബന്ധിച്ചതാണ്. 1,400 കോടി രൂപയുടെ 2 കൽക്കരി പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. മറ്റൊരു വാർത്ത കൂടി കോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് കൽക്കരി മുതൽ കെമിക്കൽ ബിസിനസ് വരെ ഏറ്റെടുക്കുന്നതിന് BHELുമായി ഒരു സംയുക്ത സംരംഭ കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത കമ്പനി സ്പന്ദന സ്ഫൂർട്ടി ഫിനാൻഷ്യൽ സ്വകാര്യ പ്ലേസ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ പരിഗണിക്കുന്നതിന് മാർച്ച് 4 ബോർഡ് യോഗം ചേരും. അടുത്തത് MRPL മുണ്ടക്കൂർ ശ്യാം പ്രസാദ് കാമത്തിനെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചതായി കമ്പനി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇൻഡസ് ടവേഴ്സും സെയിലുമാണ്. ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻഫർമേറ്റീവായ സെഷനാണ് നമ്മുടെ യൂട്യൂബ് ലൈവ്. രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷൻ തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സെഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ മിസ് ചെയ്യാതിരിക്കുക. മാത്രമല്ല രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന 2 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഹാവൽസ് ആണ്. 1,528 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 1,600 വരെയാണ് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുള്ളത്. സ്റ്റോപ്പ് ലോസ് 1,450 മറ്റൊരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. 378.40 ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. സ്റ്റോക്കിൽ നമ്മൾ 2 ടാർഗറ്റുകളാണ് കാണുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 400, സെക്കൻഡ് ടാർഗറ്റ് 410. സ്റ്റോപ്പ് ലോസ് 329. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ സ്റ്റോക്കുകൾ ഇവിടെ പറയുന്നത്. ഇത് ഒരിക്കലും റെക്കമെൻഡേഷനായി ആരും തന്നെ കണക്കാക്കരുത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം F&O സെഗ്മെന്റിൽ വലിയ ഹിറ്റായ ഒരു സ്റ്റോക്കിനെ പറ്റി പറയാം.
TVS മോട്ടോഴ്സ് 2000 PE ആയിരുന്നു പറഞ്ഞത്. 25.85 എന്ന നിലയിൽ എൻട്രി എടുത്ത് 40 വരെ അപ്പായി. ഏകദേശം 54% പ്രോഫിറ്റ് ഇന്നലെ ഒരു ലോട്ടിന് നമുക്ക് ലഭിച്ചത്. മറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യം ടാറ്റ മോട്ടോഴ്സ് DVR ഫെബ്രുവരി 27 എൻട്രി എടുക്കുന്നത്. 622 എന്ന നിലയിൽ എൻട്രി എടുത്തു. 643 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.38% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഗോഡ്ഫ്രീ ഫിലിപ്സ് ആയിരുന്നു. ഫെബ്രുവരി 21 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 2725 എന്ന നിലയിൽ എൻട്രി എടുത്തു. 2861 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 6.90% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിരുന്നു. ഫെബ്രുവരി 19 എൻട്രി എടുക്കുന്നത്. 863 എന്ന നിലയിൽ എൻട്രി എടുത്തു. 900 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4.60% പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് കരൂർ വൈശ്യ ബാങ്ക് ആണ്. ഫെബ്രുവരി 27 എൻട്രി എടുക്കുന്നത്. 183.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 187.50 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 2.10% നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ത്രിവേണി ടർബൈൻ ആയിരുന്നു. ഫെബ്രുവരി 28 അതായത് ഇന്നലെ ഇൻട്രാഡേയിൽ നമ്മൾ 482 എന്ന നിലയിൽ എൻട്രി എടുത്തു. 498.70 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 3.30% പ്രോഫിറ്റായി ലഭിച്ചു. പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 1879 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1827 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ FIS സെല്ല് ചെയ്തത് 19,530 കോടി രൂപയായി കഴിഞ്ഞു. DIs ബൈ ചെയ്തത് 25,609 കോടി രൂപയും. US മാർക്കറ്റുകൾ ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട PCE ഡാറ്റയ്ക്ക് മുന്നോടിയായി US മാർക്കറ്റുകൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.11% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.60% ഇടിഞ്ഞു. S&P 500 0.23% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഫെബ്രുവരി മാസം അവസാനിക്കുകയാണ്. 3 ഇൻഡെക്സുകൾക്ക് മറ്റൊരു പോസിറ്റീവായ മാസം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഈ മാസം നാസ്ഡാക്ക് ആണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 5.2% നേട്ടമുണ്ടാക്കി. S&P 500 4.6%, ഡൗ ജോൺസ് 2.1% ഉയരുകയും ചെയ്തു. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 2021 മെയ്ക്ക് ശേഷം ഇതാദ്യമായാണ് തുടർച്ചയായ 4 മാസത്തെ പോസിറ്റീവ് മാസങ്ങൾ ഉണ്ടാകുന്നത്. പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് ഡാറ്റകൾ നോക്കാം. പേഴ്സണൽ ഇൻകം ഡാറ്റ ഫോർ ജനുവരി, ചിക്കാഗോ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ ഫോർ ഫെബ്രുവരി, ഹോം സെയിൽസ് ഇൻഡെക്സ് ഫോർ ജനുവരി, കൂടാതെ ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്ക് പ്രസിഡന്റ് CEO ജോൺ വില്യംസിന്റെ സ്പീച്ചുമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ICICI ബാങ്ക് 1% ഇടിഞ്ഞു. ഇൻഫോസിസ് 0.23% ഇടിഞ്ഞപ്പോൾ വിപ്രോ ആണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്. 2.14% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.40% ഉയർന്നു. മേക്ക് മൈ ട്രിപ്പ് 2.45% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.16% ഇടിവിലും, S&P 500 0.05% ഇടിവിലും, നാസ്ഡാക്ക് 0.09% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.76% ഇടിഞ്ഞു. CAC മാർക്കറ്റ് ഫ്രാൻസ് മാർക്കറ്റ് 0.08% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.25% ഉയർന്നപ്പോൾ സ്റ്റോക്ക് 600 0.3% ഇടിയുകയാണ് ചെയ്തത്. ടെക് സെക്ടർ ഇന്നലെ 1.4% അവിടെ ഇടിയുകയുണ്ടായി. ഓട്ടോ സെക്ടർ 1% നേട്ടവും ഉണ്ടാക്കി. ബ്രിട്ടീഷ് ഇൻഷുറൻസ് കമ്പനി ഡയറക്ട് ലൈൻ 24% ഉയരുകയാണ് ചെയ്തത്. വോഡാഫോൺ 1% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഇപ്പോൾ 0.09% ഉയർന്നു. CAC 0.27% ഉയർന്നു. FTSE 0.20% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഹോങ്കോങ്ങിൽ നിന്നും പ്രോപ്പർട്ടി മാർക്കറ്റ് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് എക്കോണമിയെ ബാധിക്കുന്നു എന്ന് ഗവൺമെന്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ വസ്തു വാങ്ങുന്നതിന് കൂടുതൽ ചെലവേറിയതിനാൽ രൂപകൽപ്പന ചെയ്ത ചില നിയമങ്ങൾ സർക്കാർ നീക്കം ചെയ്തു. ചൈനയിൽ നിന്നും മാനുഫാക്ചറിംഗ് PMI ഡാറ്റ പുറത്തു വരാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,968 എന്ന നിലയിലാണ്. ഒരു 83 പോയിന്റ്സിൻ്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.44% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.59% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.19% ഉയർന്നും,
തായ്വാൻ മാർക്കറ്റ് 0.19% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. ഒപെക് അതിൻ്റെ ഉൽപ്പാദനം രണ്ടാം പാദത്തിലും വെട്ടിക്കുറയ്ക്കുന്നത് പരിഗണിക്കുന്നതിനാൽ ഇന്നലെ രണ്ട് മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $81.89 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.05% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.28 പെർ ബാരൽ എന്ന നിലയിൽ 0.33% ഇടിവിലുമാണ് WTI ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ വാർത്തകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.